നമസ്കാരം. ഇന്ന് കർക്കിടകം 28. അങ്ങനെ ഹനുമാൻ ദിവ്യൗഷധത്തിനായിട്ട് ദ്രോണഗിരി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഹനുമാൻ ക്ഷീരസാഗരവും കൈലാസ പർവ്വത നിരകളൊക്കെ കഴിഞ്ഞ് ദ്രോണഗിരിയുടെ അടുത്തെത്താണ്. അങ്ങനെ ദ്രോണഗിരിയെയും ഋഷഭാദ്രി നിരകളെയും വന്ദിച്ച ശേഷം ഹനുമാൻ ഔഷധങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ ഹനുമാൻ നോക്കുമ്പോൾ എല്ലാ ഔഷധങ്ങളും ഒരേപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ജാമ്പുവൻ പറഞ്ഞതുപോലെ തന്നെ ഔഷധങ്ങളെല്ലാം പ്രകാശം പരത്തിയോടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏതാണ് മൃദുസഞ്ജീവനി എന്നുള്ളത് ഹനുമാന് മനസ്സിലാകുന്നില്ല. അപ്പൊ ഹനുമാൻ നോക്കുമ്പോൾ സമയവും പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ മരുന്നോടെ ചെന്നാൽ മാത്രമാണ് അവരെ രക്ഷിക്കാനാവുന്നത്. ഹനുമാൻ മറ്റൊന്നും ആലോചിച്ചില്ല. ഹനുമാൻ തന്റെ സർവ്വശക്തിയും എടുത്ത് ആ ദ്രോണഗിരിയെ അവിടുന്ന് പറിച്ചെടുക്കുകയാണ്. അങ്ങനെ ഹനുമാൻ ആ ദ്രോണഗിരിയുമായിട്ട് രാമദേവന്റെ പക്കലേക്ക് വരുന്നു. ദ്രോണഗിരിയിലുള്ള ഔഷധങ്ങളുടെ കാറ്റടിച്ച ഉടനെ തന്നെ ലക്ഷ്മണനും മറ്റു വാനര സേനയ്ക്കും ജീവൻ വയ്ക്കുകയാണ്. അങ്ങനെ ശ്രീരാമദേവന്റെ നിർദ്ദേശപ്രകാരം ദ്രോണഗിരിയെ ഹനുമാൻ വീണ്ടും പൂർവ്വസ്ഥാനത്ത് തന്നെ കൊണ്ടുചെന്ന വ്യക്തിയാണ്. അങ്ങനെ വീണ്ടും യുദ്ധം അതിന്റെ ഘോര സ്വഭാവത്തിലേക്ക് കടന്നു. വാനരന്മാർ യുദ്ധക്കളം വിട്ട് ലങ്കയുടെ നഗരത്തിലേക്ക് കടന്നു. പിതക്കാരന് രാവണൻ നികുംഭൻ, കുംഭൻ, പ്രജങ്കൻ, യുവാക്ഷൻ, സനിതാക്ഷൻ എന്നീ രാക്ഷസന്മാരെയൊക്കെ യുദ്ധത്തിനായിട്ട് അയക്കുകയാണ്. അങ്ങനെ ഹനുമാന്റെയും സുഗ്രീവിന്റെയും നേതൃത്വത്തിലുള്ള വാനരപ്പട ഈ രാക്ഷസന്മാരെയെല്ലാം വധിച്ചു കളഞ്ഞു. പിതക്കാരനെ ഇന്ദ്രജിത്ത് സ്വന്തം രഥത്തിൽ ലങ്കയുടെ പടിഞ്ഞാറേ കവാടം വഴി യുദ്ധഭൂമിയിലേക്ക് എത്തുകയാണ്. ആ രഥത്തിനുള്ളിൽ ഇന്ദ്രജിത്ത് തന്നെ അവന്റെ മായാജാലത്താൽ നിർമ്മിച്ച ഒരു മായാ സീതയെ ആ രഥത്തിനുള്ളിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഇവര് വിചാരിച്ചത് അത് സീതാദേവി തന്നെയാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ സീതാദേവിയെയും കൊണ്ട് യുദ്ധക്കളത്തിലെത്തി ഇന്ദ്രജിത്തിനെ കണ്ട അവരെല്ലാവരും സ്തബ്ധരായി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന വാനരന്മാരുടെയും ഹനുമാന്റെയും മുന്നിൽ വെച്ച് ഇന്ദ്രജിത്ത് ആ മായ സീതയുടെ തലയെടുത്ത് കളയാണ്. അങ്ങനെ അവർ യുദ്ധം മതിയാക്കി ശ്രീരാമദേവന്റെ അടുക്കൽ വന്ന് ഹനുമാൻ കാര്യങ്ങളെല്ലാം പറയാണ്. ഇത് കേട്ട ശ്രീരാമസ്വാമി മോഹാലത്തിൽപ്പെട്ട് ഭൂമിയിൽ വീണു. ശ്രീരാമസ്വാമി സീതാദേവി ഓർത്ത് കരയൊക്കെ ചെയ്യുന്നുണ്ട്. ശ്രീരാമസ്വാമിയുടെ സങ്കടം കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്ന വിഭീഷണനോട് ഹനുമാൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വിഭീഷണൻ ഇത് കേട്ടിട്ട് അവിടെ നിന്ന് കൈകുട്ടി ചിരിക്കുകയായിരുന്നു. അപ്പൊ ഹനുമാനോടും ബാക്കി വാനരസേനയോടുമായിട്ട് വിഭീഷണൻ പറയാണ്, ഇന്ദ്രജിത്ത് എന്ന് പറയുന്നത് ഒരു മായാജാലക്കാരനാണ്. അവൻ ഒരിക്കലും സീതാദേവി എന്ന് പറയുന്നത് സ്വയം മഹാലക്ഷ്മിയാണ്. അങ്ങനെയുള്ള ദേവിയെ അവനെ വധിക്കാൻ കഴിയില്ല. ഇതെല്ലാം അവന്റെ മായാജാലമാണ്. അവനെ വിശ്വസിക്കരുത്. അവൻ നമ്മുടെ ധൈര്യത്തെ ചോർത്തിക്കളയാൻ വേണ്ടി ചെയ്യുന്ന ഓരോരോ വിദ്യകളാണെന്നൊക്കെ പറഞ്ഞ് വിഭീഷണൻ ശ്രീരാമസ്വാമിയോടൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ശ്രീരാമസ്വാമിക്ക് സന്തോഷമായി. അപ്പൊ വിഭീഷണൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇവൻ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് അവൻ അടുത്ത് എവിടെയെങ്കിലും ഒരു യാഗം നടത്തുന്നുണ്ടാവും. അതിനിടയ്ക്ക് യാഗം മുടക്കാൻ നമ്മൾ ചെല്ലരുത്. അപ്പൊ അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു മായാജാലം കാണിച്ചെന്നൊക്കെ വിഭീഷണൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വിഭീഷണൻ പറയാണ്, ഇന്ദ്രജിത്ത് നികുംബലയിലായിരിക്കും യാഗം നടത്തുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും പോയി ആ യാഗം മുടക്കാം. ആ യാഗം മുടക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും നമ്മെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നൊക്കെ വിഭീഷണൻ പറയുന്നുണ്ട്. അങ്ങനെ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് വിഭീഷണനും ഹനുമാനും ലക്ഷ്മണനും മറ്റു വാനരസേനയും കൂടെ കൂടിയിട്ട് നികുംബലയിലേക്ക് ചെല്ലുകയാണ്. അവർ ചെല്ലുന്ന സമയത്ത് നികുംബലയിൽ നിന്ന് ഇന്ദ്രജിത്ത് യാഗം ചെയ്യുകയായിരുന്നു. അപ്പൊ വിഭീഷണൻ ഇവരെ കൂട്ടിക്കൊണ്ട് വരുന്ന കണ്ട് ഇന്ദ്രജിത്ത് വിഭീഷണനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ പിതാവിന്റെ അനുജനാണ്. ഒപ്പം ലങ്കാരാജ്യത്തെ രക്ഷിക്കാനുള്ള കടമ അങ്ങേക്കുമുണ്ട്. പക്ഷെ അങ്ങ് നമ്മുടെ ശത്രുവിന്റെ കൂടെ കൂടിയിട്ട് സ്വന്തം സഹോദരനെയും സഹോദരന്റെ മക്കളെയും സ്വന്തം രാജ്യത്തെയും വിട്ടുകൊടുക്കാന്നൊക്കെ വിഭീഷണനോട് ഇന്ദ്രജിത്ത് പറയുന്നുണ്ട്. അപ്പൊ വിഭീഷണൻ തിരിച്ചതിന് മറുപടിയായിട്ട് പറയുന്നത് എങ്ങനെയാണ്, നീയും നിന്റെ പിതാവും അധർമ്മികളാണ്. സദാസമയം അധർമ്മത്തിൽ ഏർപ്പെട്ട് സ്വന്തം രാജ്യത്തെ തന്നെ നശിപ്പിക്കുന്നവരാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളുടെ കൂടെ നിൽക്കാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ ധർമ്മജ്ഞനാണ്. അതുകൊണ്ടാണ് ഞാൻ ശ്രീരാമദേവന്റെ പക്ഷം ചേർന്നതൊക്കെ വിഭീഷണൻ ഇന്ദ്രജിത്തിനോട് പറയുന്നുണ്ട്. അങ്ങനെ ആ വാക്കുകളിന് ശേഷം അവർ യുദ്ധത്തിലേക്ക് കടക്കാണ്. ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിൽ വീണ്ടും ഘോരമായുള്ള യുദ്ധം നികുംബലയിൽ വെച്ച് ആരംഭിക്കുന്നു. ഘോരമായുള്ള യുദ്ധമാണ്. ഏകദേശം 3 ദിവസത്തോളം ആ യുദ്ധം നീണ്ടു നിന്നു. 3-ാം നാൾ ലക്ഷ്മണൻ ഇന്ദ്രാസ്ത്രം പ്രയോഗിച്ച് ഇന്ദ്രജിത്തിനെ വധിക്കുകയാണ്. ഈ സമയത്ത് ദേവന്മാരും അപ്സരസ്ത്രീകളും ഗന്ധർവന്മാരും എല്ലാവരും ആകാശത്ത് പുഷ്പവൃഷ്ടിയൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. സ്വന്തം പുത്രന്റെ മരണവാർത്ത കേട്ട രാവണൻ അതിഭീകരമായിട്ടുള്ള ശബ്ദത്തോടു കൂടി അലറുന്നുണ്ട്. അതിനുശേഷം ഒരു വാളെടുത്ത് സീതാദേവിയുടെ അടുത്ത് പോവുകയും സീതാദേവിയെ വധിക്കുവാനായിട്ട് വാളൊന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട സുഭാഷൻ രാവണനോട് പറയുന്നുണ്ട്, അങ്ങയുടെ കീർത്തി സർവ്വലോകങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതാണ്. അങ്ങ് സീതയെ വധിക്കുന്നതിന് പകരം നേരെ യുദ്ധക്കളത്തിലേക്ക് ചെന്ന് ശ്രീരാമനുമായിട്ട് യുദ്ധം ചെയ്ത് ശ്രീരാമനെ തോൽപ്പിക്കുന്നതാണ് നല്ലതെന്നൊക്കെ സുഭാഷൻ രാവണനോട് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ കഥാസാരം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. നമസ്കാരം.